ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും എങ്ങനെ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തി എന്നതിനെക്കുറിച്ചാണ്. മഹത്തായ പ്രവർത്തനങ്ങളിലൂടെയും അസാധാരണമായ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധി കൈവരിക്കുവാൻ സാധിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ അത്യധികം സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയിലും സന്തോഷവും സംതൃപ്തിയും അടങ്ങിയിരിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. ചെറിയ പ്രവൃത്തികളിലൂടെയാണ് അവൾ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തിയത്. ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് അവൾ ഓരോ ചെറിയ പ്രവൃത്തിയും ചെയ്തിരുന്നത്. നിസ്സാരമെന്ന് തോന്നിക്കുന്ന നിലം തുടയ്ക്കുന്നതും, കത്തെഴുതിയാലും ഒരു മുട്ടുസൂചി നിലത്ത് വീഴുന്നത് കുനിഞ്ഞെടുത്താലും അതെല്ലാം ഒത്തിരി സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി അവൾ ചെയ്തിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ നവമാലികയിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ജീവിതത്തിൽ പ്രധാനം മഹത്തായ പ്രവൃത്തികളല്ല, മഹത്തായ സ്നേഹമാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളിലല്ല, ആ പ്രവൃത്തികളിൽ നാം ചെലുത്തുന്ന സ്നേഹമാണ് കൂടുതൽ പ്രധാനം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളെ ഒത്തിരി സ്നേഹത്തോടെ സമീപിക്കുവാനും അത് മറ്റുള്ളവരുടെ നന്മയ്ക്കുതകുന്ന വിധത്തിൽ ചെയ്യുവാനും